പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കനക്കുന്നതിനിടെ ഇറാനെ ആക്രമിക്കാനുള്ള കൃത്യമായ കാരണങ്ങൾ വെളിപ്പെടുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. മാസങ്ങൾക്കകം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളും ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും അജയ്യമായ രീതിയിൽ വികസിപ്പിക്കുമെന്നതിനാലാണ് ഈ പ്രതിരോധ ആക്രമണം നടത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാന്റെ ആയുധ ശേഖരം ശക്തിപ്പെടുത്തുന്നതിന് മുൻപ് ലഭിച്ച അവസാന അവസരമാണിതെന്ന് നെതന്യാഹു വിശ്വസിക്കുന്നു. മാസങ്ങൾക്കകം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ അണുബോംബ് നിർമ്മാണ പദ്ധതികൾ പൂർണ്ണമായി ശക്തിപ്പെടും. അവർ അജയ്യമായ പ്രതിരോധം തീർക്കും. അത് സംഭവിക്കും മുമ്പ് അവരെ തകർക്കുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ ഭരണകൂടത്തെ മാറ്റമില്ലാത്ത മതഭ്രാന്തന്മാർ എന്നാണ് നെതന്യാഹു വിശേഷിപ്പിച്ചത്. മുമ്പ് അവരുടെ ആണവ മിസൈൽ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ നിന്ന് ഇറാൻ പാഠം പഠിച്ചുവെന്ന് കരുതിയവർക്ക് തെറ്റിയെന്നും അവർ കൂടുതൽ അപകടകാരികളായി മാറുകയാണ് ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇറാന്റെ ലക്ഷ്യം ഇസ്രായേൽ മാത്രമല്ല, അമേരിക്കയെ നശിപ്പിക്കുക എന്നതാണെന്നും നെതന്യാഹു ആരോപിച്ചു. ഈ ലക്ഷ്യത്തോടെയാണ് അവർ അതീവ രഹസ്യമായി തങ്ങളുടെ ആയുധ പദ്ധതികൾ വികസിപ്പിക്കുന്നത്. ഇതിനു പിന്നിലെ ചതിക്കുഴികൾ ലോകം തിരിച്ചറിയുമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാന്റെ രഹസ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ടെന്ന് നെതന്യാഹു അവകാശപ്പെട്ടു. ഭൂഗർഭ അറകളും രഹസ്യ കേന്ദ്രങ്ങളും നിർമ്മിച്ച തങ്ങളുടെ മിസൈൽ പദ്ധതികളെ സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. വരും മാസങ്ങളിൽ ഇത് ആക്രമിക്കാൻ കഴിയാത്ത വിധം സുരക്ഷിതമാക്കപ്പെടുമായിരുന്നു. ഭാവിയിൽ ഇറാനെതിരെ ഒരു സൈനിക നീക്കം അസാധ്യമാകുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് ഇപ്പോഴത്തെ കടന്നാക്രമണം. ഇപ്പോൾ ഞങ്ങൾ ആക്രമണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഭാവിയിൽ അതിന് സാധിക്കില്ലായിരുന്നു. ഇത് ഇസ്രായേലിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് നെതന്യാഹു വ്യക്തമാക്കി. ഈ യുദ്ധം വിനാശത്തിനല്ല, മറിച്ച് സമാധാനത്തിലേക്കുള്ള കവാടമാണെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാദം. ഈ ഭീഷണി അവസാനിപ്പിക്കാതെ പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം പുലരില്ലെന്നും ഇതൊരു അവസാനമില്ലാത്ത യുദ്ധമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ റിയാദിലെ US എംബസിക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണം മേഖലയിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. റിയാദിലെ എംബസി ആക്രമണത്തിന് തക്കതായ മറുപടി നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി. മാധ്യമ പ്രവർത്തകനായ കെല്ലി മേയറെ ഉദ്ധരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ട്രംപിന്റെ നിലപാട് റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയുടെ സ്വത്തിന് നേരെ നടന്ന ആക്രമണം വെച്ച് പൊറപ്പിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇറാനെതിരെ നേരിട്ട് സൈന്യത്തെ ഇറക്കിയുള്ള ഒരു യുദ്ധത്തിന് അമേരിക്ക താൽപര്യപ്പെടുന്നില്ലെന്നാണ് ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ മറുപടി എന്തായിരിക്കുമെന്ന് ലോകത്തിന് ഉടൻ തന്നെ മനസ്സിലാകുമെന്ന നിഗൂഢമായ മുന്നറിയിപ്പും അദ്ദേഹം നൽകി. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സാമ്പത്തികമായ കടുത്ത നടപടികളോ അതോ ചെറിയ തോതിലുള്ള മിസൈൽ ആക്രമണങ്ങളോ ഉണ്ടാകുമെന്ന സൂചനയാണ് ട്രംപിന്റെ പ്രതികരണം നൽകുന്നത്. സൈന്യത്തെ അയക്കാതെ തന്നെ ഇറാനെ നിലയ്ക്ക് നിർത്താൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നെതന്യാഹുവിന്റെ പ്രസ്താവനയും ട്രംപിന്റെ മുന്നറിയിപ്പും പുറത്തു വന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ വീണ്ടും അനിശ്ചിതാവസ്ഥ ഉടലെടുത്തു. സംഘർഷം വ്യാപിപ്പിക്കുന്നത് ആഗോള സമ്പദ്വ്യവസ്ഥയെ തകിടം മറിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്നു. തങ്ങളുടെ ആണവ പദ്ധതികൾ ഊർജാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇറാന്റെ വാദം ഇസ്രായേൽ പാടെ തള്ളുകയാണ്. ഇറാന്റെ പക്കൽ ആണവായുധം എത്തിയാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാണെന്ന് നെതന്യാഹു ആവർത്തിച്ചു. റിയാദിലെ എംബസി ആക്രമിക്കപ്പെട്ടത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. തങ്ങളുടെ മണ്ണിൽ നടക്കുന്ന ഇത്തരം ഏറ്റുമുട്ടലുകൾ മേഖലയുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഇറാൻ കൂടുതൽ ശക്തിപ്പെടുമെന്ന നെതന്യാഹുവിന്റെ ഭയം പുതിയൊരു ആയുധ പന്തയത്തിനാണ് പശ്ചിമേഷ്യയിൽ തുടക്കമിട്ടിരിക്കുന്നത്. കൂടുതൽ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കായി ഇസ്രായേലും അറബ് രാജ്യങ്ങളും ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. സമാധാന ചർച്ചകൾ പരാജയപ്പെടുത്തുന്നിടത്താണ് സൈനിക നടപടികൾ ആരംഭിക്കുന്നത്. നെതന്യാഹുവിന്റെ വാക്കുകളിൽ നയതന്ത്രത്തിന് ഇനി സ്ഥാനമില്ലെന്ന സൂചനയാണുള്ളത്. തിരിച്ചടി എന്നത് ഒരു നയമായി ഇസ്രായേൽ മാറ്റിയിരിക്കുന്നു. ഇറാന്റെ ഭൂഗർഭ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ മൊസാദ് പോലുള്ള ഏജൻസികൾ വിജയിച്ചുവെന്നാണ് നെതന്യാഹുവിന്റെ പ്രസംഗം വ്യക്തമാക്കുന്നത്. കൃത്യമായ ലൊക്കേഷനുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ഓരോ നീക്കവും. അമേരിക്കയെ നശിപ്പിക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യമെന്ന് പറയുന്നതിലൂടെ അമേരിക്കൻ ജനതയുടെയും ഭരണകൂടത്തിന്റെയും പിന്തുണ ഉറപ്പാക്കുകയാണ് നെതന്യാഹു ചെയ്യുന്നത്. ഇതിലൂടെ ഇസ്രായേലിന്റെ ആക്രമണത്തിന് അന്താരാഷ്ട്ര തലത്തിൽ സാധൂകരണം ലഭിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുമ്പോഴും ഇസ്രായേൽ തങ്ങളുടെ ആക്രമണ പരമ്പര തുടരുകയാണ്. ഇറാന്റെ പ്രതികരണം എപ്രകാരമായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും വരും ദിവസങ്ങളിലെ ലോക സമാധാനം. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയും ഇന്ത്യയുടെ ഇന്ധന ഇറക്കുമതിയും വലിയ ഭീഷണിയിലാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നത് പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള കളം ഒരുങ്ങിക്കഴിഞ്ഞുവെന്നാണ്. സമാധാനത്തിലേക്കുള്ള കവാടം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ പാത ലോകത്തെ എവിടേക്കാണ് എത്തിക്കുക എന്നത് കണ്ടറിയണം.